Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. അതിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പഠിച്ചു. കണ്ടീഷണൽ പ്രോബബിലിറ്റിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ? യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് P of A union B if 2 times P of A is equals to P of B is equals to 5 by 13. Then ഒരു കാര്യം കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. P of A given B വാല്യൂ എത്രയാണ്? 2 by 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് ആദ്യം എഴുതാം. നമുക്ക് കണ്ടെത്തേണ്ടത് P of A union B ആണ്. P of A union B യുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ശരിയല്ലേ? യെസ്, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? 2 times P of A എന്ന് പറയുന്നതും P of B എന്ന് പറയുന്നതും 5 by 13 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 times P of A എന്ന് പറയുന്നത് 5 by 13 ആണ്. അതേപോലെ തന്നെ P of B യും എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 5 by 13 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിയല്ലേ? യെസ്, 2 times P of A 5 by 13 ആണെങ്കിൽ implies P of A എത്രയായിരിക്കും? 5 by 13 into 2 അല്ലെ? എത്ര വരുന്നുണ്ടായിരിക്കുക? 26. അപ്പൊ P of B നമുക്ക് given ആണ്. P of A നമ്മൾ 5 by 26 ആണ് കണ്ടെത്തി. ഓക്കെ, നമുക്ക് P of A given B നമുക്ക് തന്നിട്ടില്ലേ 2 by 5 ആണെന്ന് അല്ലെ. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ അല്ലെ. അത് പ്രകാരം P of A given B എന്ന് പറയുന്നത് എന്താണ്? P of A given B is equals to എന്താണ്? P of A intersection B divided by P of B. ശരിയല്ലേ? യെസ്, അപ്പൊ P of A given B 2 by 5 ആണ്. Therefore 2 by 5 equals P of A intersection B by P of B. എത്രയാണ് P of B നമുക്ക് തന്നിരിക്കുന്നത്? 5 by 13. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ 2 by 5 into 5 by 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P of A intersection B കിട്ടും അല്ലെ. യെസ്, യെസ്, അപ്പൊ P of A intersection B എത്രയാണ്? 2 by 5 into 5 by 13 അല്ലേ. അപ്പൊ 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ P of A intersection B നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 by 13 എന്ന് കിട്ടി. കാരണം 2 by 5 ആണ് P of A given B എന്ന് പറയുന്നത് അല്ലെ. P of B എത്രയായിരുന്നു? 5 by 13 ആണ്. സോ 2 by 5 into 5 by 13 ചെയ്യുമ്പോൾ P of A intersection B കിട്ടും. അപ്പൊ അതിന് P of A intersection B എത്രയാണെന്ന് മനസ്സിലായി? 2 by 13 ആണെന്ന് മനസ്സിലായി. നമുക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? എന്താണ് കണ്ടെത്തേണ്ടത്? P of A union B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ P of A union B കണ്ടെത്താനായിട്ട് നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് P of A union B കണ്ടുപിടിക്കാനുള്ള ഫോർമുല? P of A union B is equals to എന്താണ്? P of A plus P of B minus P of A intersection B. എന്തായിരുന്നു ഫോർമുല? P of A union B is equals to P of A plus P of B minus P of A intersection B. P of A നമുക്ക് given quantity ആണ് അല്ലെ. നമുക്ക് P of A union B ലെ കണ്ടുപിടിക്കേണ്ടത്. P of A union B is equals to P of A നമുക്ക് given ആണ്. എത്രയാണ് P of A എന്ന് പറയുന്നത്? യെസ്, 5 by 26. P of B given ആണ്. എത്രയായിരുന്നു P of B? 5 by 13. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കോൺസെപ്റ്റ് പ്രകാരം P of A intersection B കണ്ടെത്തിയില്ലേ? അത് എത്രയാണ്? 2 by 13. യെസ്, ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആയി കഴിഞ്ഞ് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. യെസ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ 2 ചെയ്തു, ഇവിടെയും 2 ചെയ്തു. ഇപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയി 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 13 into 2 എത്രയാണ്? 26 ആണ്. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ആക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 5 by 26 plus 10 by 26 minus 4 by 26. 5 plus 10, 15 minus 4, 11 by 26. This is the required
സൊല്യൂഷൻ. അതായത് പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ പി ഓഫ് ബി ഒക്കെ ഗിവൺ ആയിട്ടുള്ള വാല്യൂസുകളാണ് അല്ലെ. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തി, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സോൾവ് ചെയ്തു. പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് എത്ര കിട്ടിയത്? 11/26. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽസ് ടു 1/2. പി ഓഫ് എയുടെ വാല്യൂ 1/2 ആണ്. പി ഓഫ് ബി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ അല്ലെ. ഓപ്ഷൻസുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഓപ്ഷൻ എ 0 ആണ്, ഓപ്ഷൻ ബി 1/2 ആണ്, ഓപ്ഷൻ സി ഇസ് നോട്ട് ഡിഫൈൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 1. നമുക്ക് ചെക്ക് ചെയ്യാം ആൻസർ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യെസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റ് പ്രകാരം പി ഓഫ് എയും പി ഓഫ് ബി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടെത്തേണ്ടത്? പി ഓഫ് എ ഗിവൺ ബി അല്ലേ കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ പി ഓഫ് എ ഗിവൺ ബി കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചവരാ നമ്മള്. അപ്പൊ പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ എന്താണ് വരുന്നുണ്ടായിരിക്കുക? യെസ്, വി ഹാവ് പി ഓഫ് എ ഗിവൺ ബി. എന്താണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. P of A given B എന്താണ്? P of A intersection B by P of B which is equal to, yes, P of A intersection B നമുക്ക് തന്നിട്ടില്ല അല്ലെ. ജസ്റ്റ് നമുക്ക് അതന്നെ എഴുതി നോക്കി നോക്കാം. P of A intersection B തന്നെ ഞാൻ അവിടെ എഴുതുകയാണ്. But P of B is given. What is P of B? Yes, P of B is 0. ഡിനോമിനേറ്ററിൽ 0 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ന്യൂമറേറ്റർ എന്തോ ആയിക്കോട്ടെ, ഡിനോമിനേറ്റർ എന്താണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്റർ 0 ആകാൻ പാടുന്നുണ്ടോ? ഇല്ല. ഡിനോമിനേറ്റർ 0 ആവാൻ നമ്മൾ എന്താ പറയാ? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. സോ ഓപ്ഷൻ സി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? യെസ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതും ഒരു ചോയ്സ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ്. എന്താണ് ക്വസ്റ്റ്യൻ? എയും ബിയും രണ്ട് ഇവന്റ്സുകളാണ് സച്ച് ദാറ്റ് പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽസ് ടു പി ഓഫ് ബി ഗിവൺ എ. എയും ബിയും രണ്ട് ഇവന്റ്സുകളാണെന്ന് പറഞ്ഞു. പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസുകൾ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ബട്ട് എ നോട്ട് ഇസ് ഈക്വൽ ടു ബി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എയും ബിയും ഈക്വൽ ആണെന്ന് പറയണു. ഓപ്ഷൻ സി എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണെന്ന് പറയണു. ഓപ്ഷൻ ഡി എന്താണ്? പി ഓഫ് എയും പി ഓഫ് ബിയും ഈക്വൽ ആണെന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ശരിയല്ലേ? യെസ്. എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് സെയിം അല്ലേ അല്ലെ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. സോ സെയിം ആസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും പി ഓഫ് ബി ഇന്റർസെക്ഷൻ എയും എന്താണ്? സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആൻഡ് ഡിനോമിനേറ്റേഴ്സ് നമുക്ക് കമ്പയർ ചെയ്തൂടെ അല്ലെ. അപ്പൊ നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കുക? പി ഓഫ് ബി ഈക്വൽസ് ടു പി ഓഫ് എ. കാരണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തിന് ഈക്വൽ ആണ്? പി ഓഫ് ബി ഇന്റർസെക്ഷൻ എക്ക് ഈക്വൽ ആയ കാരണം കൊണ്ട് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ആയിരിക്കും. സോ ഓപ്ഷൻ ഏതാണ് വരുന്നുണ്ടായിരിക്കുക? ഓപ്ഷൻ ഡി. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. എന്താണ് ടോപ്പിക്കിന്റെ പേരെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്തവരാണ് അല്ലെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി വളരെ എളുപ്പമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒക്കെ കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് ഇ
given that f has already occurred, it is denoted by എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? p of e given f എന്നാണ് ഡിനോട്ട് ചെയ്യുക. ശരിയല്ലേ? e എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടെത്തണം. f has already occurred, so it is denoted by p of e given f. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ p of e given f കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരിക്കും? p of e intersection f divided by p of f provided p of f not is equal to 0. ക്ലിയർ അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കേസസുകളാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ p of e given f നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ പഠിച്ചതാണ്. p of e given f കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരുന്നു? p of e intersection f divided by p of f. ശരിയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് p of e intersection f കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരിക്കും? p of e given f into p of f. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. p of e intersection f is equal to p of f into p of e given f. Mark it as equation number 1. ക്ലിയർ ആയോ? യെസ്. അതേപോലെ തന്നെ p of e given f ന് പകരം f given e ആയിരുന്നു വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും ഫോർമുല വരുന്നുണ്ടായിരിക്കുക? p of f intersection e divided by p of e എന്നായിരിക്കും. ശരിയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഗെയിൻ p of f intersection e കണ്ടെത്താനുള്ള ഫോർമുല എന്താണ് വരുന്നുണ്ടായിരിക്കുക? p of e into p of f given e. p of f intersection e എന്ന് പറഞ്ഞാലും p of e intersection f എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ p of e intersection f കണ്ടെത്താനായിട്ട് we have രണ്ട് ഫോർമുലാസുകൾ ഉണ്ട്. ഒന്ന് p of f into p of e given f ഉം അതേപോലെ അടുത്ത ഫോർമുല എന്താണ്? p of e into p of e given f. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എന്ത് കണ്ടെത്താനുള്ളത് തന്നെയാണ്? p of e intersection f കണ്ടെത്താനുള്ളതാണ്. ഒന്ന് p of e given f എന്ന് പറഞ്ഞ ഫോർമുല ബേസ് ചെയ്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്ത് ചെയ്തു. അടുത്ത എന്താണ്? p of f given e നെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ആ രണ്ട് ഇക്വേഷൻസുകൾ നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ p of e intersection f is equal to നമുക്ക് എന്ത് കിട്ടും? p of e into p of f given e അല്ലെങ്കിൽ p of f into p of e given f. അല്ലെ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നുണ്ടായിരിക്കുക. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി. ക്ലിയർ ആയല്ലോ? യെസ്. നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക് ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ എന്താ നോക്കിയാലോ? ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് വൺ ഓഫ് ദി ഇവന്റ് ഡസ് നോട്ട് അഫക്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദി അതർ ഇവന്റ്സ്. ഈ ഇവന്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് വിളിക്കുക. അതായത് ഈ എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എന്തിനെ അഫക്ട് ചെയ്യുന്നില്ല? എഫ് എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അഫക്ട് ചെയ്യണില്ല അല്ലെ? അപ്പൊ അത്തരം ഇവന്റ്സുകൾ നമ്മൾ എന്താ വിളിക്കുക? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ തിയറി കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണ്. such that probability of occurrence of one of the event does not affect the probability of occurrence of the other event. Such events are called independent events. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് നോട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണെന്ന് വിചാരിക്കുക, അസോസിയേറ്റഡ് വിത്ത് ദ സെയിം റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, സെയിം റാൻഡം എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട രണ്ട് ഇവന്റ്സുകളാണ് ഇയും എഫും. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്ന ഇവന്റും എഫ് എന്ന് പറയുന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ ഇ ആൻഡ് എഫ് ആർ സെഡ് ടു ബി ഇൻഡിപെൻഡന്റ്. കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. എന്താണ് കണ്ടീഷൻ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്തിന് ഈക്വൽ ആയിരിക്കണം? P of E into P of F ന് ഈക്വൽ ആയിരിക്കണം. So ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് വൺ ഓഫ് ദി ഇവന്റ് ഡസ് നോട്ട് അഫക്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദി അതർ ഇവന്റ്. അവർ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് വിളിക്കാം. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുന്ന രീതി എങ്ങനെയാണ്? ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണെന്ന് വിചാരിക്കുക, ഓഫ് ദ സെയിം റാൻഡം എക്സ്പെരിമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞ ഇവന്റും എഫ് എന്ന് പറയുന്ന ഇവന്റും എന്താകണം? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആകണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്തിന് ഈക്വൽ ആകണം?
പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫിന് പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? യെസ്, ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, യെസ്, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ ഡൈ ഈസ് ത്രോൺ, അല്ലെ? ഒരു ഡൈ ത്രോ ചെയ്യാണെന്ന് പറയുന്നു. ഇഫ് ഇ ഈസ് ദ ഇവന്റ് that the number appearing is a multiple of 3. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഒരു ഡൈ ത്രോ ചെയ്യാണ്, അതാണ് നമ്മൾ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റ്, അല്ലെ? അതിന്റെ ഇ എന്ന് പറയുന്ന ഇവന്റ് എന്താണ് പറയുന്നത്? The number appearing is a multiple of 3. 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നുണ്ട് ഇ എന്ന് പറയുന്ന ഇവന്റ്. ഓക്കെ, ഇനി അടുത്ത ഇവന്റ് ആണ് എഫ് എന്ന് പറയുന്ന ഇവന്റ്. എന്താണ് പറയുന്നത്? നമ്പർ അപ്പിയറിംഗ് ഈസ് an even number. We have to check whether E and F are independent. Okay, അപ്പൊ നമുക്ക് ആദ്യം സാമ്പിൾ സ്പേസ് എഴുതിയാലോ? തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എഴുതാം, അല്ലെ? എന്താണ് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ്? എന്താ? എ ഡൈ ഈസ് ത്രോൺ. അപ്പൊ ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. ശരിയല്ലേ പറയണത്? 1 2 3 4 5 6. ഓക്കെ, ഇനി ഇ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ് പറയുന്നത്? നമ്പർ അപ്പിയറിംഗ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ 1 2 3 4 5 6 3ന്റെ മൾട്ടിപ്പിൾ ആരാ വരുന്നുണ്ടായിരിക്കുക? 3ഉം 6ഉം ആണ് വരുന്നുണ്ടായിരിക്കുക. സോ ഇ ഈക്വൽ ടു 3,6. ഇനി എഫ് എന്ന് പറയുന്ന ഇവന്റ്, അതിൽ ആരൊക്കെയാണ് വരിക? എഫ് എന്ന് പറയുന്ന ഇവന്റ് എന്താ? നമ്പർ അപ്പിയറിംഗ് ഈസ് ആൻ ഈവൺ നമ്പർ. സോ 1 2 3 4 5 6 ഈവൺ നമ്പറുകൾ ആരൊക്കെയാണ്? 2ഉം 4ഉം 6ഉം ആയിരിക്കും. ശരിയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫ് ആരായിരിക്കും? ഈ ഇന്റർസെക്ഷൻ എഫില് 6 മാത്രല്ലേ കോമൺ വരുന്നുണ്ടായിരിക്കുക? യെസ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എന്താണ്? പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞ 2 എലമെന്റ്സ് ഉള്ളത്. ടോട്ടൽ വി ഹാവ് 6 എലമെന്റ്സ് സാമ്പിൾ സ്പേസിൽ, അല്ലെ? അപ്പൊ പി ഓഫ് ഇ എത്രയായിരിക്കും? 2/6 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽസ് ടു 1/3. ക്ലിയർ ആയല്ലോ? യെസ്. അതേപോലെ തന്നെ പി ഓഫ് എഫ് എന്തായിരിക്കും? 3/6 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽസ് ടു 1/2. Then P of E intersection F എന്താണ് വരുന്നുണ്ടായിരിക്കുക? ഒരു എലമെന്റേ ഉള്ളൂ ഔട്ട് ഓഫ് 6. സോ 1/6. നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെദർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡന്റ്. ഇയും എഫ് എന്ന് പറയുന്ന ഇവന്റ്സുകൾ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവുള്ള കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ്? പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് എന്തിന് ഈക്വൽ ആയിരിക്കണം? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫിന് ഈക്വൽ ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? 1/6 ആണ്. അപ്പൊ പി ഓഫ് ഇ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? പി ഓഫ് ഇ യെസ് 1/3. 1/3 ഇൻറ്റു പി ഓഫ് എഫ് എത്രയായിരുന്നു? 1/2. നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് 1/6 അല്ലേ കിട്ടുന്നത്? അത് തന്നെയല്ലേ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആയിട്ടുള്ള 1/6. എല്ലാം ഈക്വൽ ആണല്ലോ, അല്ലെ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്തിന് ഈക്വൽ ആണ്? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫിന് ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇയും എഫും എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സുകളാണ്. അപ്പൊ ഹിയർ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് is equal to P of E into P of F. Therefore implies E and F are independent events. Clear ആയല്ലോ? Yes. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഇ എന്ന് പറഞ്ഞ ഇവന്റും എഫ് എന്ന് പറയുന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആകണം. ക്ലിയർ ആയല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് ദ ക്വസ്റ്റ്യൻ an unbiased die is thrown. അല്ലെ? ഒരു അൺബയാസ്ഡ് ഡൈ ത്രോ ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞു? Let the event A be an odd number on the first throw and B be the event on odd number on the second throw. Check the independence of the events A and B. Okay.
അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ തന്നെയാണ്. ബട്ട് ദ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് ഡിഫറെന്റ് അല്ലെ. റാൻഡം എക്സ്പെരിമെന്റ് എന്താ പറയുന്നത്? അൺബയാസ്ഡ് ഡൈ ത്രോ ചെയ്യുന്നത് ട്വൈസ്, 2 തവണയാണ് ത്രോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 2 തവണ ഡൈ ത്രോ ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്കംസുകൾ വരുന്നുണ്ടായിരിക്കുക? 1 1 1 2 1 3 ശരിയല്ലേ? 1 1 1 2 1 3 അപ് ടു എവിടെ വരെ വരും? 1 6 വരെ വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയോ 2 1 തൊട്ട് എവിടെ വരെ വരുന്നുണ്ടായിരിക്കും? 2 6 വരെ വരും അല്ലെ. 2 1 2 3 2 4 2 5 2 6 അല്ലെ. വരാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസുകളെയും നമ്മൾ സാമ്പിൾ സ്പേസിൽ എഴുതുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? യെസ്. അതേപോലെ എന്തെങ്കിലും 3 1 തൊട്ട് 3 6 വരെയുള്ള എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. അപ് ടു അതേപോലെ തന്നെ 4 1 തൊട്ട് 4 6 വരെയുള്ള എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. ദെൻ 5 1 തൊട്ട് 5 6 വരെയുള്ള എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെയോ 6,1 തൊട്ട് 6,6 വരെയുള്ള എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും സാമ്പിൾ സ്പേസിൽ. ശരിയല്ലേ? ടോട്ടൽ വി ഹാവ് 36 എലമെന്റ്സ് അല്ലെങ്കിൽ 36 സാമ്പിൾ പോയിന്റ്സുകളാണ് ഏതിലുണ്ടായിരിക്കുക? സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കുക. ശരിയല്ലേ? യെസ്. അപ്പോ 2 തവണ ത്രോ ചെയ്യുമ്പോൾ 36 സാമ്പിൾ പോയിന്റ്സുകളാണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആദ്യ കാര്യം മനസ്സിലാക്കി. ഇനി എന്താ പറയുന്നത്? എ എന്ന് പറയുന്ന ഇവന്റ് ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ത്രോ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ത്രോ. odd number on the first throw. നമുക്ക് ക്ലിയർ ആണല്ലോ. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവന്റ് എ എത്രയായിരിക്കും? പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓഡ് നമ്പർ ഫസ്റ്റ് ത്രോയില് ഓഡ് നമ്പർ വരണം അല്ലെ. സോ 1 എന്ന് പറയുന്ന കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യാം, 3ൽ സ്റ്റാർട്ട് ചെയ്യാം നമ്പറിൽ, അതേപോലെ 5ൽ സ്റ്റാർട്ട് ചെയ്യാം. 1 3 5. വി ഹാവ് 6 മെമ്പേഴ്സ് ഇൻ ഈച്ച് റോ. ക്ലിയർ അല്ലേ? അപ്പൊ 6 + 6 + 6 18. So P of A is equals to 18/36. We will get it as 1/2 as the answer. Clear അല്ലേ? അതേപോലെ തന്നെ P of B. B എന്ന് പറയുന്ന ഇവന്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പർ ഓൺ ദ സെക്കൻഡ് ത്രോ അല്ലെ. അതും എത്ര തന്നെയായിരിക്കും? P of B എത്ര തന്നെയായിരിക്കും? 18/36 തന്നെയാണ്. ശരിയല്ലേ? യെസ്. It is also 1/2. ക്ലിയർ അല്ലേ? യെസ്. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരുന്നുണ്ടായിരിക്കുക ഓഡ് നമ്പർ ഓൺ ബോത്ത് ത്രോസ് അല്ലെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതാണ് ഓഡ് നമ്പർ കിട്ടണം. അത് ഫസ്റ്റ് ത്രോയിലും കിട്ടണം, സെക്കൻഡ് ത്രോയിലും കിട്ടണം. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അത് എത്രയായിരിക്കും? 9 ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ ക്ലിയർ ആയ കാര്യങ്ങളാണ്. നമ്മൾ ബേസിക്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചവരാണ്. ഓക്കെ, അപ്പൊ 9 ഉണ്ടായിരിക്കും. നമ്മൾ സാമ്പിൾ സ്പേസ് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉള്ളവരൊക്കെ സാമ്പിൾ സ്പേസ് ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടും. 9/36 നമുക്ക് എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 1/4. സോ ഹിയർ P of A into P of B ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1/2 into 1/2. എത്ര നമുക്ക് എത്ര കിട്ടുന്നുണ്ടായിരിക്കും? 1/4 കിട്ടുന്നുണ്ടായിരിക്കും. ആ 1/4 അല്ലേ P of A intersection B എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണ് എന്ത്? P of A intersection B equal to P of A into P of B അല്ലെ. P of A intersection B is equals to എന്താണ്? P of A into P of B ആണ്. സോ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സുകളാണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവന്റ്സ് എയും ബിയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. P of A എന്ന് പറയുന്നത് 1/2 ആണെന്ന് പറഞ്ഞു. P of B 7/12 ആണെന്ന് പറഞ്ഞു. P of not A or not B ഒരു കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുകയാണ് 1/4. സ്റ്റേറ്റ് വെദർ A and B are independent. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ നമുക്ക് ആദ്യം എഴുതാം അല്ലെ. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? P of A എന്ന് പറയുന്നത് 1/2 ആണെന്ന് പറഞ്ഞു അല്ലെ. P of B എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 7/12 ആണെന്ന് ഗിവൺ ആണ്. ശരിയല്ലേ? യെസ്. P of not A or not B എന്താ? നോട്ട് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A കോംപ്ലിമെന്റ്, ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ, നോട്ട് B എന്ന് പറയുന്നത് B കോംപ്ലിമെന്റ്, which is equals to 1/4. ഇത് നമുക്ക് എന്ത് എഴുതാം? P of A intersection B whole complement എന്ന് എഴുതാം അല്ലെ. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? P of A intersection B whole complement. So
1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് എന്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. സോ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽസ് ടു 1/4 എന്ന് എഴുതി. സോ 1 മൈനസ് 1/4 ആണ് എന്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശരിയല്ലേ? 1 മൈനസ് 1/4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 4 മൈനസ് 1 3/4 ആണ് എന്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, യെസ്, നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇൻഡിപെൻഡൻസ് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് ബി എത്രയാ? 7/12, which is equals to 7/24 അല്ലെ, which is not is equal to 3/4 അല്ലെ. കാരണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എത്ര കിട്ടിയേക്കണേ? 3/4. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ചെയ്യുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടണ്ടേ? അപ്പോഴേ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 7/24 ആണ്. therefore നമുക്ക് എന്ത് പറയാം? events A and B are not independent. ക്ലിയർ ആയല്ലോ? യെസ് യെസ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് എ സ്പെസിഫിക് പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ എ ആൻഡ് ബി ആർ 1/2 and 1/3. Okay, yes, respectively. Then if both try to solve the problem is independently, find the probability that the first question എന്താണ്? problem is solved. Second part എന്താണ്? exactly one of them solves the problem. Okay, A എന്ന് പറയുന്ന ആളുണ്ട്, B എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഉണ്ട് അല്ലെ. രണ്ടുപേരും ഇൻഡിപെൻഡന്റ്ലി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് 1/2 1/3. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ഞാൻ എഴുതുകയാണ് P of A പ്രോബ്ലം സോൾവ്ഡ് ബൈ എ എത്രയാണ്? 1/2. അതേപോലെ തന്നെ P of B എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1/3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിയല്ലേ? യെസ്. ഇഫ് ബോത്ത് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി, രണ്ടുപേരും എന്താണ് ആ ഒരു കിട്ടിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇൻഡിപെൻഡന്റ്ലി ആണ് ചെയ്യുന്നത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു, ശരിയല്ലേ? അതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എന്താണ്? പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്, പ്രോബ്ലം സോൾവ്ഡ് ആയി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അത് കണ്ടെത്താൻ എളുപ്പവഴി എന്താണ്? 1 മൈനസ് ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം കുറച്ചാ പോരെ? നൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം എന്താ വരിക? is equal to 1 മൈനസ് എ എന്ന് പറയുന്ന വ്യക്തിയും ചെയ്യുന്നില്ല, ബി എന്ന് പറയുന്ന വ്യക്തിയും ചെയ്യുന്നില്ല, അതിനെയല്ലേ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്, ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ 1/2 ആണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയായിരിക്കും? 1 മൈനസ് 1/2. again we have 1/2. then P of B 1/3 ആണെങ്കിൽ P of B കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 മൈനസ് 1/3. ആൻസർ എന്തായിരിക്കും? 2/3. സോ 1 മൈനസ് P of A കോംപ്ലിമെന്റ് എത്രയാണ്? 1/2 ആണ്. P of B കോംപ്ലിമെന്റ് എത്രയാണ്? 2/3 ആണ്. ആൻസർ എന്ത് കിട്ടും? നമുക്ക് 2 ക്യാൻസൽ ചെയ്യാലോ അല്ലെ. അപ്പൊ 1 മൈനസ് 1/3 ആൻസർ കിട്ടുന്നത് 2/3 എന്നാണ് ആൻസർ കിട്ടുക. ശരിയല്ല? ഡിനോമിനേറ്റർ 1 ആണെന്ന് വിചാരിക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ വി വിൽ ഗെറ്റ് 2/3. അപ്പൊ എന്താ ചെയ്തത്? ഇവിടെ ചോദിച്ചത് പ്രോബ്ലം ഈസ് സോൾവ്ഡ്, അതിന്റെ പ്രോബിലിറ്റി കാണാൻ പറഞ്ഞു അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് കാണാൻ പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്തത്? ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു അല്ലെ. നൺ ഓഫ് ദം സോൾവ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെന്റ് എ ചെയ്യുന്നില്ല, ബിയും ചെയ്യുന്നില്ല. അപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, സോ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ്, പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയാണ്? 1 മൈനസ് 1/2 ഈസ്
1/2. P of B complement എത്രയാ 1 minus 1/3 2/3. So 1 minus 1/2 into 2/3 2 we can cancel. So 1 minus 1/3 we will get 2/3 as the answer. Clear ആയല്ലോ? Yes. ഇനി നമുക്ക് ഒരു പാർട്ട് കൂടി ഉണ്ട് അല്ലെ. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദി പ്രോബ്ലം. ഓക്കെ, യെസ്, നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം. എക്സാക്ട്ലി ഒരാളാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അത് എ എന്ന് പറയുന്ന വ്യക്തിയാകാം, ബി എന്ന് പറയുന്ന വ്യക്തിയാകാം. അതായത് എ എന്ന് പറയുന്ന വ്യക്തി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി പ്രോബ്ലം സോൾവ് ചെയ്യണില്ല. അതൊരു കേസ് അല്ലേ. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വ്യക്തി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് പ്രോബ്ലം. അതിൽ എയും ബിയും ഉണ്ടെങ്കിൽ ഒരാളാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അത് എ ആണോ ബി ആണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? എ ആണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആണ് ബി പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അതൊരു കേസ്. ഓർ സെക്കൻഡ് കേസ് എങ്ങനെ വരാം? ബി സോൾവ് ചെയ്യാം, എ സോൾവ് ചെയ്യുന്നില്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക നമുക്ക് എഴുതാലോ. എ സോൾവ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആണ് പി ഓഫ് എ. അപ്പൊ അണ്ടർസ്റ്റുഡ് ആണ് ആ ടൈമിൽ ബി സോൾവ് ചെയ്യുന്നില്ല. അതായത് പി ഓഫ് ബി കോംപ്ലിമെന്റ് പ്ലസ് ഓർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓർ എന്ന് പറയുമ്പോ എന്താ? പ്ലസ് ബി ചെയ്യുന്നു, എ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എ കോംപ്ലിമെന്റ്. ക്ലിയർ ആയല്ലോ? കണ്ടീഷൻസ് ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ നമുക്ക് തന്നിരിക്കുന്നത് 1/2 ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് നമ്മൾ കണ്ടെത്തിയിരുന്നു 2/3 പ്ലസ് അടുത്തെന്താ? പി ഓഫ് ബി. പി ഓഫ് ബി എത്രയാണ്? 1/3 ഇൻറ്റു പി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയാണ്? 1/2 which is equal to 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. നമുക്ക് കിട്ടുന്ന ആൻസർ ഈ പോർഷനിൽ എന്തായിരിക്കും? 1/3 ആയിരിക്കും. പ്ലസ് ഇത് എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 1/6. ക്ലിയർ ആയല്ലോ? യെസ്. which is equal to നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യാം ഡിനോമിനേറ്ററിൽ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? 2/6 plus 1/6 which is equals to 3/6. We will get the answer as 1/2. So probability of exactly one of them solves problem എത്രയാണ്? 1/2 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓൺ പ്രോബബിലിറ്റി എന്താണ്, ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്ന കേസസുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.